Hi friends, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ദീപാവലി ആശംസകൾ. ഇന്ന് ഞാൻ ഒരു പ്രസാദമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പാലക്കാടുകാർക്ക് അറിയണ ഒരു പ്രസാദമാണ്. പച്ചമാവ് എന്നാണ് പേര്. ഞങ്ങളുടെ ഇവിടുത്തെ മാരിയമ്മൻ കോവിലുകളിൽ മെയിൻ ആയിട്ട് ഉള്ള ഒരു പ്രസാദമാണിത്. അപ്പോൾ ആക്ച്വലി ഇത് തമിഴ്നാടുകാർക്കും അറിയാട്ടോ. പാലക്കാടുകാരെ പോലെ തന്നെ തമിഴ്നാട്ടിലും ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസാദം തന്നെയാണ്. അവരിതിനെ പറയണത് മാവിളക്ക് എന്നാണ്. തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവിളക്ക് ദീപാവലി ദിവസം ഉണ്ടാക്കിയിട്ട് പൂജാ റൂമിൽ വെച്ചിട്ട് ദേവിക്ക് നിവേദിക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളും പിന്നെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ അവരിത് ഉണ്ടാക്കാറുണ്ട്. ഈ പ്രസാദം ഉണ്ടാക്കിയിട്ട് അവര് അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതില് വിളക്ക് ഏറ്റാറുണ്ട്. പച്ചമാവ് എന്ന് പറയണത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു പ്രസാദം കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. എനിക്ക് ഈ ദീപാവലി സമയത്ത് തന്നെ ഈ ഒരു റെസിപ്പി ഇടാനായി പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി ഞാൻ പ്രധാനമായിട്ട് ഉണ്ടാക്കാനുള്ള കാരണം വിനീത എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരി തന്നെയാണ്. ആള് യുഎസിലാണ് താമസം. അപ്പൊ ആ കുട്ടി ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതലായി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ എന്നോട് ഈ ഒരു റെസിപ്പി ഇടൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാവശ്യം റിമൈൻഡ് ചെയ്തു. അപ്പൊ വിനീതയോട് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഈ ഒരു റെസിപ്പി ഇടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇത് ചെയ്യണവരോട് തന്നെ ചോദിച്ചിട്ട് എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ വിനീത കണ്ടോന്നറിയില്ല. കുറെ നാളെ ഇപ്പൊ വീഡിയോയിലൊന്നും കമന്റ് ഇടാറില്ല. അതുകൊണ്ട് കണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഈ ഒരു റെസിപ്പി വിനീതയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യണം. വിനീത ഇതുപോലെ കണ്ടുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്തവണ എല്ലാവരും ദീപാവലി ദിവസം ഈ ഒരു പ്രസാദം ഉണ്ടാക്കിയിട്ട് ദേവിക്ക് നിവേദിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം കഴിക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ നമ്മൾ റെസിപ്പിക്ക് കടക്കണതിന് മുമ്പായിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് പച്ചമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിനുശേഷം വൃത്തിയായി കഴുകിയ ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ട് വാലാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ പേപ്പറിലോ ആവുമ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫാനിൻ്റെ താഴെ വെച്ചിട്ട് വേണം അത് ഉണക്കിയെടുക്കാനായിട്ട്. ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കേട്ടോ. അതിലെ ഈർപ്പമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാനും പാടില്ല. അപ്പോൾ ലൈറ്റായിട്ടൊരു ഈർപ്പം വേണം താനും ഈ അരിയിൽ. അപ്പോൾ ഞാൻ ഫാനിൻ്റെ താഴെ വെച്ച് നന്നായിട്ട് ഈർപ്പമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനി നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. എന്നാലൊട്ട് പുട്ടുപൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് പൊടിഞ്ഞും കിട്ടണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അരിപ്പൊടി എടുത്താൽ ഈ ഒരു റെസിപ്പിക്ക് ശരിയാവുമെന്ന്. ശരിയാവില്ല എന്നാണ് എനിക്ക് പറഞ്ഞു തന്നവർ പറഞ്ഞത്. അരിപ്പൊടി ഉപയോഗിക്കരുത് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കണേ കേട്ടോ. മുമ്പൊക്കെ ഈ പച്ചമാവ് ഉണ്ടാക്കിയിരുന്നത് ഒരെല്ല് അരിയും ശർക്കരയും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇടിച്ച ശേഷം പദം വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നന്നായിട്ട് ഫൈനായിട്ടില്ല, എന്നാലോട്ട് ലൈറ്റായിട്ടൊരു തരിതരിപ്പും ഉണ്ടാവും ഈ ഒരു പൊടിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത ബാച്ച് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 4-5 ഏലക്ക ഇട്ട് കൊടുക്കുക. 5 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചുക്ക് പൊടിയാണുള്ളത്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണു. ചുക്ക് മുഴുവനായിട്ടുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിൽ ശർക്കര അലിയിക്കാനായിട്ട് വെക്കണം. 2 ഗ്ലാസ് അരിക്ക് 1/4 കിലോ ശർക്കരയാണ് അവരെന്നോട് അളവ് പറഞ്ഞത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരുപാട് ഒഴിക്കരുത്. ഒഴിച്ച ശേഷം നന്നായിട്ട് അലിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്ന ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ആ പൗഡർ ചേർക്കാം. അതിനുശേഷം അരിപ്പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്. ഇതിലേക്ക് അതുപോലെ കുറച്ചായിട്ട് അരിപ്പൊടി ഇട്ട് ഇളക്കിയെടുക്കണം.
അപ്പോൾ എന്താണ് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് ശർക്കര കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ചട്ടുകം കൊണ്ട് തന്നെ കിണ്ടണം. കാരണം നല്ല ചൂടുള്ള ശർക്കര പാനിയല്ലേ, അപ്പോൾ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു ചട്ടുകം കൊണ്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ വരണം, എന്നാലേ അത് കറക്റ്റായിട്ട് ബോൾ പോലെ വരുള്ളൂ. അപ്പോൾ ഞാനിന്ന് അവർ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ശർക്കരയും അരിപ്പൊടിയും കൂടെ ചേർന്ന് നല്ലതായിട്ട് ഇറുകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് ചൂടോടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അത് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെത്തേഡിൽ കൂടെ ചെയ്യാം. അവസാനമായി ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു മണം ഉണ്ടാവും ഈ ഒരു പച്ചമാവിന്. അപ്പോൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഇരുന്ന് വീണ്ടും ഇറുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷം കൈ പൊറുക്കണ ഒരു ചൂടാവണ സമയത്ത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ 2 വിളക്കാണ് ഇതൊന്ന് ഉണ്ടാക്കാൻ പോണത്. അത് കാരണം 2 ബോളാക്കി മാറ്റി വെക്കുകയാണ്. നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയ ശേഷം ചെറുനാരങ്ങ കൊണ്ട് ഞാൻ നടുക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇതിൽ വേണം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തിരിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവിളക്ക് റെഡിയായി. വിളക്ക് കത്തിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. നല്ല സ്വാദുള്ള സംഭവമാണ്. അപ്പോൾ ഇത് പൂജിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചന്ദനമോ കുങ്കുമോ ഒക്കെ 4 ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് തിരിയിട്ട ശേഷം വിളക്ക് കൊളുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂജാ റൂമിൽ വെച്ചിട്ട് ഈ ഒരു മാവിളക്ക് അല്ലെങ്കിൽ പച്ചമാവ് പൂജിക്കാനായിട്ട് വെക്കേണ്ടത്. അതിനുശേഷം കുറച്ചു നേരം പ്രാർത്ഥിച്ച ശേഷം വിളക്ക് കുറച്ചു നേരം തെളിഞ്ഞിരിക്കട്ടെ. അതിന് ശേഷം നിറച്ച ശേഷം നമുക്ക് ഇത് പ്രസാദമായിട്ട് കഴിക്കാം. അപ്പോൾ ഈ ദീപാവലിക്ക് പറ്റുന്നവരൊക്കെ ഇതുപോലെ ചെയ്യുക. ദീപാവലി അല്ലാത്ത സമയത്തും ഇതുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രസാദം കിട്ടാനായിട്ട് തന്നെ അമ്പലത്തിൽ ഈ ഒരു പ്രസാദം ചീട്ടാക്കാറുണ്ട്. കാരണം അമ്പലത്തിൽ കിട്ടണ ആ ഒരു പ്രസാദത്തിൻ്റെ ഏത് പ്രസാദം ആയിക്കോട്ടെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ അല്ലേ. കാരണം അമ്പലത്തിൽ ചെയ്യണ സമയത്ത് അവിടുത്തെ ഉള്ള ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കണ ഒരു രീതിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ വിനീത ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പച്ചമാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, കാണൂ, അതുപോലെ ഉണ്ടാക്കി നോക്കൂ. അതിന് ശേഷം അഭിപ്രായം അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ എന്താ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.